കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ പൊക്കമില്ലായ്മ തന്നെയാണ് അങ്ങയുടെ പൊക്കമെങ്കിൽ പോലും അത് ഒരു ശാരീരികമായ ഒരു പരിമിതിയായി ആരെങ്കിലും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു ഇത് ഷെയിം നേരിടേണ്ടി വരുന്നവരുണ്ട്, നാണക്കേട്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് അവരോട് പറയാനുള്ളത്, ഞാൻ ഇന്നൊരു വാട്സപ്പ് സംഭവം കേട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്നെ ചിരിപ്പിക്കുന്നവരെ നീയും ചിരിപ്പിക്കണം, നിന്നെ നോക്കി ചിരിക്കുന്നവരെ നീ ചിന്തിപ്പിക്കണം. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാചകം ഏവർക്കും ഏറെ സുപരിചിതമാണ്. പക്ഷെ പൊക്കമില്ലായ്മ മാത്രമല്ല, ജീവിതങ്ങളെ അതിജീവിക്കാനുള്ള മനസ്സുള്ള ഒരു കാതാണ് എൻ്റെ കരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ ഒരു കലാകാരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. കാണുമ്പോൾ ചെറുതാണെങ്കിലും വലിയൊരു കലാകാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. നമസ്കാരം സർ. നമസ്കാരം. ഇടകേറി ഞാനൊന്ന് പറഞ്ഞോട്ടെ. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനോടൊപ്പം വേറൊരു സാധനം കൂടെ, എന്നെ പൊക്കാതിരിക്കുവിൻ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സാറിന് ഞങ്ങള് നിലവിൽ പൊക്കേണ്ട കാര്യമില്ല, അത്രത്തോളം ഉയരങ്ങളിൽ അങ്ങ് ഈ ഒരു പ്രായത്തിൽ ഒരു വ്യക്തിക്ക് എത്രത്തോളം എത്താമോ, ജീവിതം കൊണ്ടായിരുന്നാലും പ്രൊഫഷണലി ആയിരുന്നാലും ഒപ്പം കലാപരമായിരുന്നാലും അങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഒരു പിന്നെ ശൂന്യാകാശത്തേക്ക് ആദ്യമായിട്ട് ലൈക്ക എന്ന് പറഞ്ഞൊരു പട്ടിയാണ് കയറ്റി വിട്ടത് എന്ന് വിദ്യാർത്ഥിയോട് ചോദിച്ചിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ പറഞ്ഞു മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൊക്കിയുടെ ആളുണ്ടെങ്കിൽ അത് പട്ടിയും മുകളിൽ പോകുന്നു. അതുപോലെ എന്നെ പൊക്കിയതാണോ? ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ആദ്യം യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായതിനു ശേഷമാണ് അങ്ങ് കലാ ലോകത്തേക്ക് വരുന്നത്. അതിനർത്ഥം നേരത്തെ അങ്ങേക്ക് കലാപരമായ കഴിവുകൾ ഉണ്ടായിരിക്കാം, എങ്കിലും അറിയപ്പെടുന്ന തരത്തിലേക്ക് അങ്ങ് എത്തുന്നത് അതിനുശേഷം വീണ്ടും ഒരു സർക്കാർ ജോലിയിൽ കയറി കലയല്ല ജീവിതത്തിന് മറ്റൊരു വരുമാന മാർഗം വേണം എന്ന് കരുതിയ ഒരു പക്വമായ ഒരു തീരുമാനം. അതിനും ശേഷം അങ്ങയുടെ മകനെ കണ്ടുകൊണ്ട് സമൂഹത്തിന് മറ്റൊരു സേവനം ചെയ്ത മറ്റൊരു കാര്യം, അതായത് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സ്വന്തം മകന് ഓട്ടിസം ബാധിതനായതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു തണൽ ഒരുക്കിയ ഇതിനേക്കാളൊക്കെ എന്താണ് ഞാൻ പൊക്കേണ്ടത് അങ്ങേ. കാരണം ഒരു ജീവിതത്തിൽ ഒരാൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു, പ്രൊഫഷണലി അവർ ഫിറ്റായി, ഒരു തരത്തിലും താഴെ വീണു പോകാതെ അത് ശ്രദ്ധിച്ചു, അതിനുശേഷം ഒരു സാമൂഹ്യ നന്മ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിലൊരിടത്തും ഞാൻ പൊക്കിയിട്ടില്ല, അങ്ങ് തന്നെയാണ് അതിനുള്ള ഒരു കാരണം. അങ്ങനെയല്ല, ഞാൻ നമ്മുടെ ജീവിച്ചു വന്ന വഴിയിലൂടെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അങ്ങനെ കടന്നു വന്നത്. അപ്പം നമുക്ക് എത്താൻ പറ്റാത്തിടത്തൊക്കെ നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ നമ്മളിങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് അത്തരം അവസരങ്ങളെ ഞാൻ പാഴാക്കിയില്ല. അങ്ങനെ വന്നപ്പോൾ വീണ്ടും എനിക്ക് അപ്പോൾ സമൂഹത്തോട് തീർച്ചയായിട്ടും നമുക്ക് ഒരു കടപ്പാടുണ്ടല്ലോ, എപ്പോഴും സമൂഹത്തോട് സ്നേഹമായിട്ട് കാണുക, സ്നേഹമായി കരുതുക. അപ്പോൾ ഈ ലോകം എത്ര ശാന്തസുന്ദരമായിരിക്കും. ഇന്ന് അങ്ങ് IFFKയുടെ വേദിയിലാണുള്ളത്. ഇവിടെ ഞാൻ വന്ന സമയം മുതൽ ജോബി എന്ന വ്യക്തിയെ ഞാൻ അങ്ങയുടെ ടൈം എടുത്തിട്ട് വന്ന എനിക്ക് പോലും അങ്ങേ കിട്ടുന്നില്ല, അത്രയൊക്കെ തിരക്കാണ്. അങ്ങയുടെ പഴയൊരു ഇന്റർവ്യൂവിൽ അങ്ങ് പറഞ്ഞിരുന്നത്, എൻ്റെ കരുത്ത് എൻ്റെ സുഹൃത്തുക്കളാണ്, എന്നും എപ്പോഴും സൗഹൃദം സൂക്ഷിക്കാൻ അങ്ങ് മനഃപൂർവ്വമായി ശ്രമിക്കാറുണ്ടോ? അതെ, എൻ്റെ സമ്പത്ത് സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞത്, ഒരു സമൂഹമാണ്, സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിൽ സൊസൈറ്റിയുടെ എല്ലാവരുമായിട്ട് എത്രയും വേഗം എല്ലാവരുമായിട്ട് എത്രത്തോളം യോജിച്ചു പോകുന്നോ അത്രത്തോളം നമുക്ക് സന്തോഷകരമായി ജീവിക്കാം. നേരത്തെ സൂചിപ്പിച്ച മോന് ഓട്ടിസമാണെന്ന് പറഞ്ഞു. പക്ഷേ ഓട്ടിസമാണെന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ തളർന്നിരുന്ന, ആദ്യം നമ്മൾ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ രീതിയിലും എത്രത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഈ വിചാരിച്ചതുപോലുള്ള ഒരു ഉയർച്ച നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടായാൽ അതുകൊണ്ട് നമ്മൾ തളർന്നിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതും സമൂഹത്തിന് ആവശ്യമാണ്, അവരെ മുഖ്യധാരയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ചില്ല എന്നാണ് എൻ്റെ പേര്. ചില്ല എന്ന് പറഞ്ഞൊരു ഓട്ടിസം സെൻറ്റർ തുടങ്ങിയത്. അത് ഇപ്പോൾ എങ്ങനെയാണ് സർ, അത് എവിടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്? കരകുളത്താണ്. അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ഈ ഓട്ടിസം ബാധിച്ചത് തന്നെ പല വെറൈറ്റി ആയിട്ട്, അതായത് എല്ലാവരും ഒന്നുപോലെ അല്ല, ഒരാളെ പോലെ ആയിരിക്കില്ല മറ്റൊരു. 100 പേരുണ്ടെങ്കിൽ 100 പേരും 100 പേര് മാത്രം ഒന്നാണ് അല്ലേ? അസുഖത്തിന്റെ പേര് ഇത് അസുഖവുമല്ല, അതാദ്യം മനസ്സിലായി. ഇതൊരവസ്ഥയാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, ഇതൊരു രോഗമല്ല. അതാണ് ആദ്യം
നമ്മുടെ സൊസൈറ്റി മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു രോഗമല്ല. ഇത് പിന്നെ നമ്മുടെ പിന്നെ എന്താണ് ബ്രെയിനിലുണ്ടാകുന്ന ഒരുതരം പിന്നെ എന്താണ് ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു ഭിന്നാവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിരിക്കും. അത് ഓരോരുത്തർക്കും ഈ അവസ്ഥ പല രീതിയിലായിരിക്കും. ഓട്ടിസം എന്നുള്ള പേരാണെങ്കിലും പല ശതമാനത്തിലായിരിക്കും. ഇപ്പോൾ എൻ്റെ മകൻ സംസാരിക്കത്തുമില്ല. അപ്പോൾ പലർക്കും ഐ കോണ്ടാക്റ്റ് കാണില്ല. ആദ്യമേ അത് ശരിയാക്കിയെടുക്കണം. ചെറുപ്പത്തിലെ നക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ പിന്നെ പലർക്കും പല രീതിയിലാണെന്ന് ചിലർക്ക് നല്ല ബുദ്ധി കൂടുതലുണ്ടായ ഓട്ടിസം കക്ഷികളുണ്ട്. സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അത് അല്ലാതെ തന്നെ താഴേക്കിടയിലുള്ളവർ, സാമ്പത്തികമായിട്ട് അധികം പിന്നെ വരുമാനമില്ലാത്തവർ, അവർ ഇടയിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വലിയ വിഷമാവസ്ഥയിലുണ്ടാകുന്നത്. കാരണം അവർക്ക് വളർത്താൻ കഴിയാതെ നമ്മുടെ കേരളത്തിൽ തന്നെ പല പിന്നെ അച്ഛന്മാരും കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവരെ കുഞ്ഞുങ്ങളെ അമ്മയെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ പാരൻ്റായി. ഇപ്പോൾ അവർക്ക് മോനക്കരവരോട് കരുതുമ്പോൾ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ല, അവർക്ക് തൊഴിലിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവനെ 4 ചുവരുകൾക്കിടയിൽ അടച്ചിട്ടിട്ടായിരിക്കും അവർ തൊഴിലിന് പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ടല്ലോ. പിന്നെ ഇതെല്ലാം സഹിക്കാം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പിന്നെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ഇവരുടെ അവസ്ഥ എന്താണ്? ഈ ഒരു വേദന എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കൊരു സേഫായിട്ടാകും. കാശുണ്ടായാൽ തന്നെയും അവർ സേഫ് ആകുമോ എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പ്രത്യേകിച്ച് സംരക്ഷണം ഏറ്റെടുത്തിരിക്കുക. ഞങ്ങൾ 18 വയസ്സിൽ മുകളിലുള്ള കുട്ടികളെയാണ് നോക്കുന്നത്. ഒരു NGO ആണോ സാർ? NGO. അപ്പോൾ അനന്യ എന്നാണ് NGOയുടെ പേര്. ഞങ്ങൾ അനന്യ. അപ്പോൾ അതിനകത്ത് ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ പിന്നെ സൊസൈറ്റിയാണ്. അപ്പം അതിൽ പലരും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ കുത്തമൻ, ഇതിനകത്ത് അഭിനയ എന്ന് പറഞ്ഞൊരു നാടക ട്രൂപ്പിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അതിൻ്റെ ചെയർമാൻ കൂടിയാണ്. പിന്നെ അതല്ല അനിൽ വളരെ കാലമായിട്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന, ഇത് 22 വർഷമായിട്ട് അന്ന് സ്ട്രീറ്റിലെ കുട്ടികളായിരുന്നു അനിലിൻ്റെ കൂട്ടുകാരുമായിട്ട് ഇത് വളർത്തിക്കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഈ ജില്ലയിലേക്ക് മാതാപിതാക്കൾ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കോ ആരെങ്കിലും ബന്ധപ്പെടേണ്ടത്? ബന്ധപ്പെടേണ്ടത് ഇത് നോക്കിയാൽ മതി. വരുമാനമായിട്ട് ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്തൊക്കെ കൊണ്ടുവരുന്നു. ഞങ്ങൾ ഇപ്പോൾ 10 പേരെ എടുക്കുന്നുള്ളൂ. കാരണം കൂടുതൽ സൗകര്യങ്ങളും വേണം. അപ്പോൾ ഒരുപാട് പിന്നെ കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഒരു സ്ഥാപനം എന്നുള്ളതിൽ വലിയ കാര്യമാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഫീസ് വെച്ചല്ല പോകുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ തികച്ചും സൗജന്യമായിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ പക്ഷെ ഞങ്ങൾ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അവരുടെ സേവനങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, അവരുടെ പിന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കപ്പെടും. അത് ഉള്ളവരിൽ നിന്ന് മാത്രം. പക്ഷേ ഇത് നമുക്ക് ഇവരുടെ ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തന രീതിയാണ് മുന്നോട്ട് പോകുന്നത്. ജോബി എന്ന വ്യക്തി വളരെ ചെറുപ്പത്തിലെ തന്നെ പോരായ്മകളെ അതിജീവിച്ച് ഒരുപാട് ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് ഒരു ജീവിത വിജയത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ 24 വർഷത്തെ ഒരു സർവീസുമുണ്ട്, നമ്മുടെ സർക്കാർ സർവീസുമുണ്ട്. ജീവിതത്തെ അങ്ങ് ഇതുവരെയുള്ള ഒരു ജീവിതത്തെ എങ്ങനെ കാണുന്നു? ആ ചെറുപ്പവും ഇന്നത്തെ ഈ ഒരു നിലയും. പോരായ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമാണ്. നിങ്ങൾ അല്പം അധികമായി പോയതാണ് എൻ്റെ ലെവല്. ഇതാണ് കറക്റ്റ് പൊക്കമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അപ്പൊ എന്റെ ലെവലിലേക്ക് ബാക്കിയുള്ള വന്നില്ലല്ലോ എന്നുള്ള എനിക്ക്. ഇതാണ് എന്റെ ലോകം. ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തമല്ല. അവര് എന്നിലേക്ക് വരൂ. ചെറുതിൽ അങ്ങ് ഇത്തരത്തിലൊക്കെ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ നേരിടുന്ന ഒരു നാടാണല്ലോ നമ്മുടേത്. അങ്ങേക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കൂട്ടുകാരുടെ ഒരു വലിയൊരു കൂട്ടം എനിക്കുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ കൂട്ടുകാരോടൊത്താണ്. എനിക്ക് ചങ്ങാത്തം ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ ഇപ്പോൾ വളരെ സൗഹൃദം വന്നില്ലേ? അതുപോലെ എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും എന്നോടൊപ്പം എങ്ങനെയോ ചെയ്തവരാണ്. ഈ സ്നേഹത്തിൻ്റെ ഭാഷ തുടക്കം മുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്തരം പ്രശ്നങ്ങൾ
ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് ഒരു പക്ഷെ ഒരുപാട് പേർക്ക് വലിയൊരു ഊർജം പകരുന്ന ഒരു കാര്യവും ഇതിപ്പോ കാരണം അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇപ്പോ പൊക്കം കുറവ്, ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ പൊക്കമില്ലായ്മ എന്നെയാണ് അങ്ങയുടെ പൊക്കം എങ്കിൽ പോലും അത് ഒരു ശാരീരികമായ ഒരു പരിമിതിയായി ആരെങ്കിലും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു ഇത് ഷെയിം നേരിടേണ്ടി വരുന്നവരുണ്ട്, നാണക്കേട്. പക്ഷെ അങ്ങേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് അവരോട് പറയാനുള്ളത്. ഞാൻ ഇന്നൊരു വാട്സപ്പ് സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാപ്ഷൻ. ഞാൻ വിചാരിച്ചു സത്യത്തിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നതാണ്. അതിലെ ക്യാപ്ഷൻ ഒന്ന് ഞാൻ വായിക്കാം. നിന്നെ ചിരിപ്പിക്കുന്നവരെ നീയും ചിരിപ്പിക്കണം, നിന്നെ നോക്കി ചിരിക്കുന്നവരെ നീ ചിന്തിപ്പിക്കണം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുള്ളൊരു ഒരു ചാർലി ചാപ്ലിന്റെ എനിക്ക് ഓർമ്മയിലേക്ക് വന്ന ആ ക്യാപ്ഷൻ ചാർലി ചാപ്ലിന്റെ തന്നെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഫേസിൽ തന്നെ അത് നിന്റെ സന്തോഷം നിന്റെ സന്തോഷം ആഗ്രഹിക്കുന്നവരെ നീയും സന്തോഷിപ്പിക്കുക. അതെ അതെ, തീർച്ചയായും. ചിരിപ്പിക്കുന്നവരെ നീയും ചിരിപ്പിക്കണം, നിന്നെ നോക്കി ചിരിക്കുന്നവരെ ചിന്തിപ്പിക്കണം, നീ ചിന്തിപ്പിക്കണം. അതാണ് ഈ ഇത്തരത്തിലുള്ള അവരോട് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിവിടെ സുഖമായി ജീവിച്ചു പോകണം, അതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഇന്ന് നിയമം നമ്മളോടൊപ്പമുണ്ട്. ഭിന്നശേഷി സൗഹൃദം ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പറച്ചില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഭിന്നശേഷി സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. കാരണം പല സ്ഥലങ്ങളിലും അറിയാതെ അടച്ചിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അടച്ചിട്ട് അറിയില്ല, തൊട്ടടുത്ത വീട്ടിൽ തന്നെ അറിയില്ല ഇങ്ങനൊരു കുഞ്ഞ് ഈ വീട്ടിൽ വളരുന്നുവെന്ന്. അത്തരം ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തണം. അതുകൊണ്ടാണ് സമ്പൂർണ്ണമാക്കണം എന്ന് പറഞ്ഞത്. ഭിന്നശേഷിക്കാർ മുഴുവൻ സമ്പൂർണ്ണമായിട്ട് കണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തുക, അവരെ സന്തോഷിപ്പിക്കുക. അങ്ങയുടെ 1996 ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോ അതില് അങ്ങ് വളരെ സുന്ദരനാണ്. ആദ്യം തന്നെ അത് പറയട്ടെ, വളരെ സുന്ദരനായിരിക്കുന്നു, വളരെ നല്ല ഒരു വളരെ നന്നായിരുന്നു ആയത്. അതിനോടൊപ്പം തന്നെ അതില് അങ്ങ് പറഞ്ഞതുപോലെ സുഹൃത്തുക്കളാണ് എന്റെ ഏറ്റവും വലിയ കരുത്ത് അന്ന് മുതലേ പറയുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി പറഞ്ഞത് ആരും പാര വയ്ക്കരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി പെട്ടെന്ന് വന്നത്? അത്തരത്തിലുള്ള പാരകൾ കിട്ടിയിട്ടുണ്ടോ? ആരും പാര വെക്കരുതെന്ന് പറഞ്ഞ കാര്യം തിരിച്ചു പാര വെക്കാൻ അതിനേക്കാളും അറിയാം എന്നുള്ളത്. അങ്ങനെയല്ല. കാരണം ഈ ലോകത്ത് നമ്മളെല്ലാവരും അല്പ ജീവികളാണ്. ഈ ലോകത്തിൻ്റെ ഒരു വളർച്ച എടുക്കുകയാണെങ്കിൽ പ്രപഞ്ചം ഉണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ട് എടുത്ത് നോക്കി ഇനി എത്ര കാലം അത് നീണ്ടു നിൽക്കും? ഇതിൻ്റെ ഇടയിൽ ക്ഷണികമായ ജീവിതമാണ് നമുക്കുള്ളത്. ഈ ജീവിതം നമ്മൾ സന്തോഷപൂർവ്വമാക്കിയാൽ ഈ ഭൂമി എത്ര സുന്ദരമായിരിക്കും, ഈ ലോകം എത്ര സുന്ദരമായിരിക്കും. അവിടെ നമ്മൾ പരസ്പരം പാരവഹിച്ച് ഉള്ള സമയം കളയുന്നത് എന്തിനാണ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. അങ്ങനെ അവസരങ്ങൾ എന്തെങ്കിലും നിഷേധിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ടാണോ അത്തരത്തിലുള്ള ഒരു മറുപടി? ഇല്ല, ഞാൻ അതൊന്നും അങ്ങനെ ഓർത്തു വെക്കാറില്ല. ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പോഴും പിന്നെ അതിനെപ്പറ്റി അത് കളയും. കാരണം അതും വെച്ചുകൊണ്ടിരുന്നല്ല നമ്മൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അത് പോയത് പോയി, അത് നമുക്കുള്ളതല്ല, നമുക്കുള്ളതിന് ഒരുപാട് വരാനിരിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ.